ஊரில் மகாசரஸ்வதி சுயம்பு மகாசரஸ்வதியுடைய புண்ணியக்ஷேத்திரம் இவர் ஆரம்பிச்சிருக்கு. ரொம்ப உள்பக்கம் இருந்தாலும் பக்கத்திலே ஏர்போர்ட் இருக்கிறதுனால வாகன தாமதம் இருக்கிறதுனால ரொம்ப இங்கேருந்து தூரத்துக்கு கஷ்டமே கிடையாது. கிட்டத்தான் எல்லா இடத்துக்கும் கிட்டத்தான் இருக்குது. சாத்தியமான சக்தி வாய்ந்த க்ஷேத்திரம், சாத்தியமான புண்ணிய பூமி. இங்கே வந்து அம்பாளை தரிசிச்சுட்டு போனாக்கா அதனுடைய புண்ணியம் கைமேல் பலன் கிடைக்கிறது. அதில் ஒரு விதமான சந்தேகமும் சம்சயமும் இல்லாமல் நான் ஃபீல் பண்ணுறேன். நான் மனசில் உள்வாங்கிட்டு நான் ஒவ்வொரு நாளும் அம்பாளை நினச்சிட்டே இருக்கேன். சரஸ்வ உபாசகன்கிற அளவில் அம்பாளுடைய பரிபூர்ண கிருபைக்கு பாத்திரமாக இருக்கிறவன் நான். அதனால் உங்களுக்கு எல்லாருக்கும் சொல்கிறேன், வந்து தரிசனம் பண்ணுங்கோ, அம்பாளை ஸ்தோத்திரம் பண்ணுங்கோ. நம்மளுடைய பாரம்பரிய சொத்துக்களை ലഭിച്ചിട്ടുള്ള ദൈവ സാന്നിധ്യങ്ങൾ അത് മാത്രമേ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടു നടക്കാനാവുന്നുള്ള സാഹചര്യവും എല്ലാം സൃഷ്ടിക്കുന്നു. ആ വിധത്തിൽ നോക്കാൻ ഇന്ന് ഈ സ്വയംഭൂ സരസ്വതി ക്ഷേത്രം എവിടെയോ ഒരു ചെറിയ സ്ഥലത്തായിരിക്കണമെങ്കിലും ബഹുവിധമായിട്ടുള്ള കീർത്തിയും സാന്നിധ്യവും പ്രഗത്ഭതയും ഉള്ള സാന്നിധ്യമാണ് ഇവിടെ. ഭയങ്കരമായിട്ടുള്ള ഒരു മനസ്സിന് സമാധാനവും നിമ്മതിയും പ്രോത്സാഹനവും ഒക്കെ ഈ ഊറ്റുവറ്റാത്ത ഒരു കൽപ്പനയും മനോധർമ്മവും സൗഖ്യവും മനസ്സിന് കിട്ടുന്ന ഒരു സാഹചര്യം വേണ്ട. ദേവിയുടെ പരിപൂർണ കൃപ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ വരുന്നവർക്ക് മഹാഭാഗ്യന്മാരാണ്, മഹാഭാഗ്യതയാണ്. ഇവിടെ പഠിക്കുന്ന കുട്ടികളൊക്കെ മഹാഭാഗ്യമാണ്. ലോകത്തിൽ അവരവരുടേതായിട്ടുള്ള മുദ്ര പതിക്കാൻ വളരെ അർഹതയും യോഗ്യതയും ഉണ്ടാകുന്ന സൃഷ്ടികളെ ദേവി ഉണ്ടാകുന്നത് അതിന് സംശയമില്ല. അങ്ങനെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ചെറിയ ഒരു കണിക മാത്രമാണ് ഞാൻ. എൻ്റെ ജീവിതം മുഴുവൻ സംഗീതത്തിന് വേണ്ടി അർപ്പിച്ച് ഇങ്ങനെ ഇരിക്കുന്നത്. ഇവിടെ വന്ന് പാടി പാടുമ്പോൾ എന്താണ്, ഞാൻ പാടുന്നില്ല, ഇവിടെ ഞാൻ പാടിക്കണേ. എന്നെ ശബ്ദത്തിൻ്റെ ഉള്ളു എന്താ പറയുക, ബലം, ആഗ്രഹങ്ങൾ, സംഗതികൾ എല്ലാം, ശുദ്ധത, ലയബാധ്യം എല്ലാം കൂടി ചേർന്ന് ഇങ്ങനെ വളരെ ഭംഗിയായിട്ടുള്ള ബുക്കായിട്ട് കൂടി ഇന്ന് എൻ്റെ സംഗീത ഉപാസന ഉപഹാരമായിട്ട് ഞാൻ ദേവിയുടെ പാദത്തിൽ അർപ്പിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും കേൾക്കുന്നവരും ഇനിയും കേൾക്കുന്നവരും ഇവിടെ വന്ന് ദേവി ഉപാസിക്കുന്നവരും വളരെ ക്ഷേമമായിട്ടിരിക്കണമെന്ന്. കലികാലത്തിൽ ബഹുജന അനുഗ്രഹം മാത്രമാണ്. നമ്മൾ വിദ്യയിലും കലയിലും മാത്രമേ നമ്മൾ ലോകത്തിലെല്ലാ നാട് നോക്കിയാലും നമ്മളുടെ നാട്, മുഖ്യമായിട്ടും ഇന്ത്യയിൽ മുഖ്യമായിട്ടും കേരളം, കലകളുടെയും എല്ലാത്തിൻ്റെയും അഭിമാനത്തിൻ്റെ എല്ലാத்தையும் മുഖ്യമായിട്ടുള്ള ഒരു പ്രകൃതി ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്, പുണ്യഭൂമിയാണ്. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് എല്ലാവരും ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത്. ഗോഡ്സ് ഓൺ കൺട്രി മറ്റ് വേണം, ഗോഡ്സ് ഓൺ കൾച്ചറാണ് ഇവിടെ നടക്കുന്നത്. അത് നമ്മൾ മറക്കരുത്. അത് ഉള്ളിടത്തോളം കാലം നാട് വളരും. സന്തോഷം. എല്ലാവർക്കും നല്ലത് വരട്ടെ. മഹാമായേ, മഹാസരസ്വതി, സ്വയംഭു സരസ്വതി, അനന്തകോടി നമസ്കാരം. സരസ്വതി നമസ്കാരേ കാമരൂപിണി വിദ്യാർത്ഥി അമ്മയുടെ കൃപയ്ക്ക് പാത്രമാകും. നമസ്കാരം, ആശീർവാദം.